ഹലോ ഗായ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു ദിവസം നിങ്ങളെ എൻ്റെ ഹോട്ടലിലെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നാണ് ആ ദിവസം. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്യാൻമോറിൽ, ആൽബർട്ടയിൽ ക്യാൻമോറിൽ ദ മാൽക്കം എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ റൂമും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂവും കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എന്നോട് വീഡിയോ കാണുന്ന കുറച്ച് പേരുള്ളൂ. അതിൽ കുറച്ച് പേര് പറഞ്ഞു നടന്ന് പറയാതെ കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്ന് പറയാൻ. എനിക്കാണെങ്കിൽ ഇരുന്ന് പറഞ്ഞങ്ങനെ ശീലമില്ല. വർത്തമാനം പറയുമ്പോൾ നടക്കാതെ എനിക്ക് കൊണ്ട് ഇരിക്കാൻ വയ്യ. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പറഞ്ഞ് ശീലമായിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരം ഇരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നാണ് ആ ദിവസം. ഞാൻ റൂമുകളെല്ലാം എല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്ന ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ 2 ദിവസം മുമ്പ് എടുത്തതാണ്. ഇന്ന് തിരക്ക് കുറവ് ദിവസമായിരുന്നു. അന്ന് പിന്നെ അതിൻ്റെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസത്തെ ക്ലിപ്പുകളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇടയിൽ വരുന്നത്. ബാക്കിയുള്ള കുറച്ചൊക്കെ ഞാൻ ഇന്ന് തന്നെ എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ. അപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള പഞ്ചാബിയും പിന്നെ മറ്റവനും നേപ്പാളിയും ഞങ്ങളെല്ലാവരും ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എല്ലാവർക്കും കാണിച്ചു തരാം. എല്ലാവരും ഹോട്ടലിലെ എല്ലാം കാണുക. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആകെ 4-3 ആളുള്ളൂ, എന്നാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വെറുതെ ഇതിലെ കമൻറ്റ് സെക്ഷനൊക്കെ എങ്ങനെയാണെന്ന് അറിയാലോ, അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. പിന്നെ ഞാൻ ഇവിടുത്തെ ലോബിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ക്യാൻമോർ ബാൻഫോക്ക് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ മാൽക്കം ഹോട്ടലിൽ വരിക. മാൽക്കം ഹോട്ടൽ കിടിലം വ്യൂ ആണ്. സമ്മർ ടൈമിൽ അത്ര സെറ്റപ്പ് ഇല്ലെങ്കിലും വിൻ്ററിൽ ചുമ്മാ പൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഇവിടെ കയറുക. പൈസ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കുറച്ച് കത്തിയായിരിക്കാം, എന്നാലും നോക്കാം. കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. വിൻ്ററിനൊക്കെ എന്നാലും പൊതുവേ റേറ്റ് കുറവായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റൂമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ഹോട്ടൽ ചൂസ് ചെയ്യുക. വന്നിട്ട് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ ഫ്രണ്ട് ഡെസ്കിലോ, ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡെസ്കിൽ ചോദിച്ചാൽ മതി. സച്ചിൻ, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ സച്ചിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ വരാം, നമുക്ക് കാണാവുന്നതാണ്. ആരൊക്കെ കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അപ്പോൾ ഒരു പൊതുവെ പറഞ്ഞതെന്നുള്ളൂ. അപ്പം പറ്റുകയാണെങ്കിൽ കാണാൻ മീറ്റ് ചെയ്യാം. ഞാനാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കിട്ടാനായിട്ട് നോക്കിയിരിക്കുകയാണ്, വർത്തമാനം പറയാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഹോട്ടലിലെ ഒരു ഇടനാഴി വഴിയാണ്. അതായത് സ്റ്റെയറിൽ നിന്ന് ഫ്ലോറുകളിലേക്ക് പോകാനായിട്ടുള്ളൊരു സ്റ്റെയർ. അത് 4th ഫ്ലോറ്. ഞാൻ 3rd ഫ്ലോർ കാണിച്ചു തരാം. 3rd ഫ്ലോർ ഹാളിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹാള് വരുന്നത്. എല്ലാവരും കണ്ടില്ല? അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൾ. ഇന്നിപ്പോൾ എല്ലാ ജോലിയും നേരത്തെ തീർന്ന് തന്നെ എല്ലാവരും പോയി വരും. ഇതോരോ മുറികൾ, റൂമുകൾ. നമുക്കിവിടെ 124 മുറികളുണ്ട്. ഇതാണ് എൻഡ്, ഇത് ബിഗിനിങ്. ഇങ്ങനെയാണ്, സെയിമാണ്. 2nd ഫ്ലോർ മാത്രം നമുക്ക് വ്യത്യാസമുണ്ട്. ഗെയിമിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ഗുരുവിന്ദർ പള്ളി. റൂം ഇൻസ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജോലി. നമ്മൾ റൂം ഫുൾ ഇൻസ്പെക്ട് ചെയ്യണം. ഹൗസ് കീപ്പേഴ്സ് ക്ലീൻ ചെയ്യും. നമ്മളവിടുത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ പരിപാടികൾ. ഇപ്പോൾ റൂം ഞാൻ കുറച്ചുകൂടിയും സെറ്റപ്പായിട്ട് മറ്റേ റൂമിൽ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വലിയ ഒരു മുറി, ചെറിയൊരു കിച്ചൺ വരും, പിന്നെ വാഷ്റൂം, ചെറിയൊരു ഷവർ. കിച്ചൺ, ഇതിൽ കോഫീസ്, കെറ്റിൽ, ഇത്, പിന്നെ ഒരു മിനി ഫ്രിഡ്ജ്.
ഇത് കിങ് സൈസ് ബെഡാണ്. അപ്പം ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ചിലത് ക്വീനാണ്, അപ്പോൾ അതിൽ 2 ഉണ്ടാവും. ഇവിടെ ഒരു ക്ലോസറ്റ് ഹാങ്ങർ, പിന്നെ ഇവിടെ ഒരു സേഫ്, പിന്നെ TV, അങ്ങനെ. ഇന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. മിക്കതിനും പാറ്റിയോ ഉണ്ട്. ഇത് നമ്മുടെ ഔട്ട് സൈഡ് നെറ്റിട്ടേക്കാണ്. അപ്പം തുറന്ന് കാണിച്ചു തരാം. നല്ല തണുപ്പാണ്. മൈനസ് എത്രയാണ്? -28-29 ഉണ്ട്. സ്നോ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. അത്ര നേരത്തെ നല്ല അത്യാവശ്യം കനത്തിൽ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് കുറഞ്ഞു. ഇതാണ് ഇത് ഏറ്റവും ബേസ്. ഇത് 2nd ഫ്ലോറിലാണ്. ശരിക്കും 4th ഫ്ലോറിൽ റൂമിൽ കയറിയാലാണ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതല്ല 4th ഫ്ലോറിൽ നിന്നുള്ള ഇത്. ഇതാണ് നമ്മുടെ അവിടുത്തെ ടോപ്പ് ഫ്ലോർ. നമ്മുടെ പൂള്, ഹോട്ട് ടപ്പ്. ഇതാണ് 4th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. ഇവിടെ കുറേ വീടൊക്കെ പണിയുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങാണ്. ബിൽഡിങ്ങല്ല, പുതിയ എന്തോ വീടൊക്കെയാണ്. 4th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. 4th ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് കിട്ടില്ലേ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റൂം, അതായത് എക്സ്പെൻസീവ് റൂം. ഈ റൂം എല്ലാ റൂമിനേലും വലുതാണ്. ഇത് 4th ഫ്ലോറിലാണ് ഈ റൂം. ഇവിടെ നമുക്ക് സെയിം ആസ് കിച്ചൺ, പിന്നെ ഒരു കൗച്ചുണ്ട്. ഇത് സോഫ ബെഡ്. നമുക്ക് ബെഡും ആക്കാം. ബെഡ്. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. ഈ വാഷ്റൂമിന് മറ്റേ ജക്യൂസി ഉണ്ട്, ഷവർ, 2 സിങ്ക്, ഇവിടെയാണ് ടോയ്ലറ്റ് വന്നത്. ഇതിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. പുറത്തേക്കുള്ളത് കാണിച്ചു തരാം. ഓരോ റൂമിൽ നിന്നും പല വ്യൂ. ഇവിടെ നമുക്ക് പൂളൊന്നും അധികം കാണാൻ പറ്റില്ല, കാരണം ഇത് വേറൊരു സൈഡാണ്. അപ്പുറം നിൽക്കുമ്പോഴാണ് വേറെ സൈഡ്. അവിടെ റോഡൊക്കെ കണ്ട, ഇത് റോഡാണ് പോണത്. ഒക്കെ മഞ്ഞ് മൂടി. അപ്പോൾ ഇതാണ് നമ്മുടെ ലിഫ്റ്റ്. ലിഫ്റ്റിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കണ്ട, ലിഫ്റ്റിലും എല്ലാം വ്യൂ. നമ്മുടെ ഒരു സൈഡ് ഫുൾ ഗ്ലാസ് ആണ് ലിഫ്റ്റ്. അപ്പോൾ സെറ്റപ്പായിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ മെയിൻ ഫ്ലോർ നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ താഴെ ഹൗസ് കീപ്പിങ്ങിൻ്റെ അവിടെ നിന്ന് വരുന്നതാണ് മെയിനായിട്ട്. അപ്പോൾ ഞാനിത് സെറ്റപ്പായിട്ട് കാണിച്ചു തരാം. നമ്മുടെ മെയിൻ ഹാൾ കണ്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സ്റ്റിർലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലേക്കുള്ള ഒരു വ്യൂ. അതായത് നമ്മുടെ സൈഡ് ഇത് ഫുള്ള് ഗസ്റ്റിനൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ടേബിൾ. അവിടെ നമുക്കൊരു ബാങ്ക്വറ്റ് ഉണ്ട്, ഹാൾ, അങ്ങനത്തെ പരിപാടി. ഇത് നമ്മുടെ സൈഡ് പാറ്റിയോ ഡോറാണ്. ഇത് പാറ്റിയോയിൽ നിന്നുള്ളൊരു വ്യൂ വേണ്ട. ഇത് ശരിക്കും സമ്മർ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് സെറ്റപ്പായിരിക്കും, ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ ഇതിപ്പോൾ വിൻ്റർ ആയ കാരണം ഇത് ക്ലോസ്ഡാണ്, ഫുള്ള് മഞ്ഞൊക്കെ ആയ കാരണം. ഇത് നമ്മുടെ മുകളിൽ നിന്ന് ആ പൂള് കണ്ടില്ലേ, ആ സൈഡിലുള്ളൊരു വ്യൂ ആണിത്. അവിടെ നമുക്ക് വാഷ്റൂമുണ്ട്. അതവിടെയാണ് ഞാൻ പറഞ്ഞ സ്റ്റെർലിംഗ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. ഇത് ATM മെഷീൻ. ഇവിടെ സ്റ്റിർലിംഗ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മുടെ ഹോട്ടലിൽ തന്നെയാണ്. സ്റ്റിർലിംഗ് എന്നാണ് പേര്. കണ്ടോ, സ്റ്റിർലിംഗ്. ഇത് പുറത്തേക്കുള്ളൊരു കിടിലൻ വ്യൂ. ഇത് മറ്റേ സൈഡ് എലവേറ്റർ ഉണ്ടല്ലേ, ആ സൈഡാണിത്. സോ ഇവിടെ നമുക്ക് വേറൊരു ചെറിയൊരു കോഫി ഇതുണ്ട്, ദ പൾസ്. അത് ചെറിയ കോഫി സ്റ്റേഷൻ പോലത്തെ. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ വേറൊരു സൈഡ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിംഗ്. നമുക്ക് ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്.
അറ്റ്ലീസ്റ്റ് നമുക്കൊരു 10-100 വണ്ടികൾ എങ്ങനെ പോയാലും സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ ക്വൈറ്റ് തിരക്ക് കുറഞ്ഞ ദിവസമാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളിവിടെ കാണുന്നത്. ഇതാ ഗൈസ് നമ്മുടെ നമുക്കറിയാവുന്ന ഒരു മലയാളി ചേട്ടനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ്റെ പേര് മിലൻ എന്നാണ്. അത് മിലൻ ചേട്ടനാണത്. ചേട്ടൻ്റെ പേര് മിലൻ എന്നാണ്. ചേട്ടയുടെ വണ്ടിയാണത്, ഫോറണ്ണർ. അപ്പം ചേട്ടനൂടെ വർക്ക് ചെയ്യണം, ചേട്ടനൂടെ കിച്ചണിൽ. ഇതാണ് നമ്മുടെ പാർക്കിംഗ്. അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡ് വ്യൂ. ഇതിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് നമുക്ക് മറ്റേ ആ സ്റ്റെർലിംഗ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് അകത്തേക്ക് ഒരു എൻട്രി ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്ന ലേക്കില്ലേ, അത് ഈ സൈഡിൽ. ഇത് നേരെ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡ്. ഇത് ബാക്ക് സൈഡായിട്ട് വരും. ഫ്രണ്ടിലേക്കാണ് ഞാൻ പോണത്. ഫ്രണ്ട് സൈഡും കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇതാണ് എക്സാക്ട് ഫ്രണ്ട് സൈഡ്. അവിടെയാണ് എൻട്രൻസ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ പുതിയ ഹോട്ടൽ പണി നടക്കണതാണ്. 2 ഹോട്ടലും ഉണ്ട്, ഒരെണ്ണം അവിടെ അപ്പുറത്തും. 2 കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ഇത് 2027 ഉണ്ടാവും. അതിൻ്റെ അപ്പുറം ഒരെണ്ണമുണ്ട് 2026. അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ട്. അപ്പം എല്ലാവരും വിസിറ്റ് ചെയ്യുക. അപ്പം ഈ സമയത്ത് സ്കീ ഒക്കെ ചെയ്യാനായിട്ടും ബാൻഫും ക്യാൻമോറൊക്കെ വേറെ ലീഗാണ്. ബാൻഫിലൊക്കെ സ്കീ ചെയ്യാന്നൊക്കെ ഒരു വൻ പുളി പരിപാടി ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വിൻ്ററിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ മസ്റ്റ് കുറേ സ്പോട്ടുകളുണ്ട്. പിന്നെ അടിപൊളി വ്യൂ ആണ്, വിഷയമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് വാച്ച് ആൻഡ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ബാൻഫ് ക്യാൻമോർ. അപ്പോൾ എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യുക. മാൽക്കം ഹോട്ടൽ വിസിറ്റ് ചെയ്യുക. നമ്മുടെ മുതലാളിക്ക് ഇന്ന് ക്ലച്ച് പിടിച്ച് പോട്ടെ. മുതലാളിക്ക് ഓൾറെഡി നല്ല ക്ലച്ച് പിടിച്ചതുകൊണ്ട് എന്നാലും പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് ക്യാൻമോറിലെ മാൽക്കം ഹോട്ടലിലെ ചെറിയ കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ. ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ആഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് പടക്കിയിട്ട് ഷോർട്സൊക്കെ കിച്ചാം. അപ്പോൾ എല്ലാവരും കാണാം. എനിക്കങ്ങനെ പറയാനൊന്നും അറിയാൻ പാടില്ല. സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും എന്താന്ന് വെച്ചാൽ ആയിക്കോ. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.